ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നു, അതെല്ലാം അപ്ലൈ ചെയ്തു. എല്ലാം കറക്റ്റ് അപ്ലൈ ചെയ്യണേ. അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യും എന്നറിയാൻ പറ്റാത്തൊരു സ്റ്റേജ് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. കണ്ടിന്യൂ സ്കിപ്പ് അടിക്കാതെ അങ്ങ് അറ്റം വരെ കാണുക. ഇതിനകത്തുള്ള കുറച്ച് നിങ്ങൾക്ക് ഉപയോഗപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്, അതെല്ലാം നോട്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പ്ലാൻ എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നിങ്ങൾ ആലോചിച്ചേ, നമുക്ക് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. ഒരുപാട് നോട്ടിഫിക്കേഷൻസ് നമുക്ക് 10th ലെവലിലെ നോട്ടിഫിക്കേഷൻസ്, 12th ലെവലിലെ നോട്ടിഫിക്കേഷൻസ്, ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. 10th ലെവലിൽ നിങ്ങൾ ഏതൊക്കെ നോട്ടിഫിക്കേഷൻസ് അപ്ലൈ ചെയ്തിട്ടുള്ളത്? വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ +2 ലെവലിലാണെങ്കിൽ CEO, നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറും CPOയും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ഡിഗ്രി ലെവലാകുമ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമ്മുടെ 10th ലെവലിനകത്ത് കമ്പനി ബോർഡ് LGSും വരുന്നുണ്ട്. ഓക്കെ, എല്ലാവർക്കും അപ്ലൈ വരുന്നത് കമ്പനി ബോർഡ് LGS ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതാണ് ഒരു പാറ്റേൺ. നമുക്ക് ഉടനെ തന്നെ നമുക്ക് എന്ത് വരും? ബെവ്കോ LDയും വരും. അത് ഈ ഗ്യാങ്ങിലൂടെ ചേരും. അപ്പോൾ നമുക്ക് ഒരുപാട് എക്സാംസ് ഇനി എഴുതാനുണ്ട് എന്നത് ഒരു സന്തോഷം തരുന്നൊരു കാര്യമാണ്. കാരണം നമ്മൾ വർക്ക് ചെയ്യുന്നതിന് നമുക്ക് റിസൾട്ട് കിട്ടാൻ ഒരു സംഭവങ്ങൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ മതി, സ്റ്റാർട്ട് ചെയ്താൽ മതി. മനസ്സിലായോ? അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ എന്ത് ചെയ്യുക? സ്റ്റാർട്ട് ചെയ്യുക എന്നൊരു കൺസെപ്റ്റാണ്. എന്തോ ആയിക്കോട്ടെ, എങ്ങനെയോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് അറിയത്തില്ല ഇത് എന്ന് കിട്ടുമോ, ഒന്നും അറിയത്തില്ല. എല്ലാം നമുക്കൊരു നമുക്ക് അറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷനാണ്. അതെല്ലാം പോട്ടെ. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് തുടങ്ങാം, അല്ലേ? പഠിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇനി വരുന്ന ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും, അത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഇന്ന് കാണുന്നവർ തുടർന്ന് ഈ വീഡിയോ കാണുകയും വേണം. എൻ്റെ ഈ വീഡിയോയ്ക്ക് നല്ല റീച്ചും അടുത്ത വീഡിയോയ്ക്ക് റീച്ച് പോവുകയും ചെയ്യരുത്. കാരണം നിങ്ങൾ ഓരോരുത്തരും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോരുത്തരും നമ്മൾ അങ്ങേ അറ്റം വരെ ഒരുമിച്ച് ജേർണിയിൽ ഒരുമിച്ച് നിൽക്കേണ്ട ആൾക്കാരാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മളിവിടെ ബിൽഡ് ചെയ്ത ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തിട്ടാണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. അല്ല ജസ്റ്റ് വന്ന് പോകുന്ന ടൈപ്പ് റിലേഷൻ അല്ല, ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ ാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് വയ്ക്കുക. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ആമി ഹുമയോൺ എന്ന എൻ്റെ പേജ് ഫോളോ ചെയ്ത് വയ്ക്കുക. അതുകൊണ്ട് തന്നെ ടെലിഗ്രാമിനകത്ത് 100 ഡേ PSC ചലഞ്ച് നമ്മൾ ഒരു 86 ഡേ ആയിട്ടുണ്ട്. അത് ആ ചാനലിലെ ലിങ്ക് നമ്മുടെ ബയോയിൽ കിടപ്പുണ്ട്. അതിൽ കയറിയിട്ട് ചാനലും കൂടി ജോയിൻ ചെയ്യാം. ഓക്കെ, ഈ 3 പ്ലാറ്റ്ഫോം ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമ്മൾ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും നോട്ടിഫിക്കേഷൻ വന്ന സ്ഥിതിക്ക്, ഇത്രയും നോട്ടിഫിക്കേഷൻ നമ്മുടെ മുമ്പിലുണ്ട്, നമ്മളിത് എവിടെ നിന്ന് തുടങ്ങും എന്ന് കൺഫ്യൂസ്ഡ് ആണ്. ഓക്കെ, അങ്ങനെ അത് നോർമലാണ്. നമ്മളെല്ലാം ഹ്യൂമൻസ് ആണ്, നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ വരും, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ നമ്മൾ തുടങ്ങാതിരിക്കരുത് എന്നുള്ളതാണ് കാര്യം. നമുക്ക് നമ്മുടെ ലൈഫിൽ നമ്മൾ സക്സസ് നേടിയെടുക്കണോ, നമ്മൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ എന്നും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ സക്സസ് കിട്ടത്തില്ല. നമ്മൾ എന്നും കുഞ്ഞു സ്റ്റെപ്പ് വെച്ചില്ലെങ്കിൽ നമുക്ക് സക്സസ് കിട്ടത്തില്ല. മനസ്സിലായോ? നമ്മുടെ വീട്ടിലെ സിറ്റുവേഷൻ നമുക്കറിയാം, നമ്മുടെ സ്ട്രഗിൾസ് നമുക്കറിയാം, നമുക്ക് എല്ലാ ബുദ്ധിമുട്ടുകളും നമുക്കറിയാം. എന്നിട്ട് നിങ്ങൾ പഠിക്കാതിരിക്കുന്നു എന്നത് എന്താ? ആസ്ക് യുവർസെൽഫ്. കാരണം ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, എനിക്കിന്ന് പനിയായിരുന്നു, എനിക്ക് കോൾഡ്, ക്ലൈമറ്റ് മാറി, എനിക്ക് പനിയാണ്, ഞാൻ അങ്ങനെ കുറേ കണ്ടീഷൻസ് നിങ്ങൾ മുമ്പിലുണ്ട്. എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് ഓക്കെ, അത് നമുക്ക് സമയം എടുത്ത് അതിന് സമയം കൊടുത്ത് മാറി വരണം. പക്ഷെ നിങ്ങൾക്കറിയാം നിങ്ങളുടെ റീസൺ എന്തുമാത്രം സീരിയസ് ആയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്ക്യൂസസ് എത്ര സ്ട്രോങ് ആണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ ദിവസവും വർക്ക് ചെയ്യാനും പറ്റും. ക്ലിയർ ആണല്ലോ? അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട എല്ലാ ദിവസവും വർക്ക് ചെയ്യുക എന്നുള്ള കാര്യമുള്ളൂ. ഓക്കെ, നമ്മൾ എക്സ്ക്യൂസസ് നമ്മുടെ റീസൺ ആയിരിക്കണം സ്ട്രോങ്. എക്സ്ക്യൂസസ് അത്രയും സ്ട്രോങ് ആവാൻ പാടില്ല. അങ്ങനെ എക്സ്ക്യൂസസ് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ താഴോട്ട് പോത്തേ ഉള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് എന്തെങ്കിലും അവിടെ എത്തണം. എന്തെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു അനിശ്ചിതാവസ്ഥയാണ്. നമ്മൾ എന്നെത്തും? നമുക്ക് ജോലി വേണമെന്ന് നമുക്ക് ഉടനെ ജോലി വേണ്ടേ? നമുക്ക് ഈ 1 വർഷത്തിനുള്ളിൽ ജോലി മേടിക്കണ്ടേ? ഈ 1 വർഷത്തിനുള്ളിൽ ജോലി വാങ്ങിക്കാനാണ് ഞാൻ നിങ്ങളെ കൂടെ നിൽക്കാൻ പോകുന്നത്. അങ്ങനെ 1 വർഷത്തിനുള്ളിൽ ഞാൻ ജോലി വാങ്ങിക്കും എന്ന് ഉറപ്പുള്ളവർ മാത്രം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ കണ്ടാൽ മതി. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ കമ്പനി ബോർഡ് LGS ഫോക്കസ് ചെയ്യുന്നു. നമ്മൾ കമ്പനി ബോർഡ് LGSന്റെ സിലബസ് എടുത്തിട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നു. നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു. ടെലിഗ്രാം ചാനൽ നിങ്ങൾ കാണണം. നിങ്ങൾ വർക്ക് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് തന്നെ എനിക്കത് അപ്ഡേറ്റ് ചെയ്യണം, കാര്യങ്ങളെല്ലാം ചെയ്യണം. അതൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എല്ലാ ദിവസവും കുറച്ച് വർക്ക് ചെയ്യണം. അത് ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ വർക്ക് ചെയ്യുമ്പം ഇപ്പം ഒരു സെക്ഷൻ ഓഫ് ആൾക്കാർ സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സെക്കൻഡ് സെക്ഷനിലെ അവർ കംപ്ലീറ്റ് കളഞ്ഞിട്ട് അവരെ തന്നെ ലൂസ് ചെയ്തിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മീ ടൈം ഇല്ല, അവർക്ക് ഫാമിലി ടൈം ഇല്ല, അവർക്ക് ഫ്രണ്ട്സ് ഇല്ല, അവർക്ക് ഒരു ഇതുമില്ല. അവർ ഫ്രസ്ട്രേറ്റ് ആയിട്ട് എപ്പോൾ തീരും മൊത്തത്തിൽ അങ്ങനെ ആ ഒരു ടെൻഷൻ അടിച്ച് പഠിക്കുന്ന ആൾക്കാരായിരിക്കും. മനസ്സിലായോ? അപ്പം അവർക്ക് എന്തെങ്കിലും ഒരു ലൂസ് പാർട്ട് ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് കിട്ടിയില്ല എന്നുള്ള കണ്ടീഷനെ അവർക്ക് താങ്ങാൻ പറ്റത്തില്ല. ഓക്കെ, അതും ശരിയല്ല. മനസ്സിലായോ? നമ്മളിപ്പം പഠിക്കുന്ന ഒരു കോമ്പറ്റീവ് എക്സാമിനാണ്, ഒരുപാട് പേര് എഴുതുന്ന എക്സാംസാണ്. അപ്പം ഇതിനകത്ത് നമുക്ക് 2 സൈഡും ഉണ്ട്.
അല്ലേ? അപ്പം നമ്മളത് എക്സ്പെക്ട് ചെയ്തിരിക്കണം. നമുക്ക് എന്താ ഓക്കെ ഞാൻ പഠിക്കുന്നത് ഇങ്ങനെയാണ്, ഇതിന് വേണ്ടിയാണ് ഈ പഠിക്കുന്നത്, ഇത്രയും കോമ്പറ്റീഷൻ ഉള്ളതാണ്, വേക്കൻസി ഇത്രയാണ്. അപ്പം നമ്മൾ ഒരുപാട് അങ്ങ് സ്ട്രെയിൻ എടുത്തിട്ട് കൂടെ പോകാനും പാടില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താ, നമ്മൾ കീപ് കാം. ഓക്കെ, നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പറ്റുന്ന ലെവലിൽ എല്ലാ ദിവസവും നമുക്കൊരു ബേർഡൻ ആവാതെ, നമുക്കത് ഭയങ്കര ഒരു ഓവർലോഡ് ആവാതെ കുറേശ്ശെ 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 സമാധാനത്തിൽ മൂവ് ചെയ്യുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അല്ലാതെ ഒരു ഇതും ഇല്ലാതെ കംപ്ലീറ്റ് അത് എന്ന് പറഞ്ഞ് ഇരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കുറച്ച് റിലാക്സ് ഒക്കെ ആയിട്ട് നമുക്ക് എല്ലാ ദിവസവും നമുക്കൊരു പാറ്റേൺ ഉണ്ടാക്കി, ഒരു സിസ്റ്റം ഉണ്ടാക്കി, ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കി അതിൻ്റെ കൂടെ ഇങ്ങനെ പോവുകയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നിങ്ങൾക്ക് സിനിമ കാണാം, നിങ്ങൾക്ക് പാട്ട് കേൾക്കാം, നിങ്ങളെ ഹോബീസ് ചെയ്യാം, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം. PSC പഠനം നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു പാർട്ടാക്കി മാറ്റിയാൽ മാത്രം മതി. അല്ലാതെ PSC പഠനമാണ് ലൈഫ് എന്ന് പറഞ്ഞിരിക്കേണ്ട. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഉള്ളൊരു കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ എൻ്റെ വരുന്ന വീഡിയോസിലും വരുന്ന ക്ലാസ്സിലും എല്ലാം പറയാൻ പോകുന്നത്. അതുകൊണ്ട് ബിൽഡ് എ സിസ്റ്റം, ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തിട്ട് നിങ്ങൾക്കുള്ള സ്പേസ് അതിനകത്ത് കൊടുത്തിട്ട് പഠിക്കാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ എന്ത് തോന്നത്തില്ല, നമുക്ക് അത്ര ഒരു ബേർഡനായിട്ട് തോന്നത്തില്ല. പിന്നെ ഞാൻ ഇതൊക്കെ പറഞ്ഞാലും നിങ്ങൾ വിചാരിക്കും ഇപ്പം എല്ലാവരും അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ജോലി എടുത്തില്ല. ഇല്ല, എത്ര പറഞ്ഞാലും നിങ്ങൾ കറക്റ്റ് മൈൻഡിലോട്ട് എടുക്കത്തില്ല. നിങ്ങളിത് ഓക്കെ വീഡിയോ കണ്ട് എല്ലാം ശരിയായി തുടങ്ങി അത് നിലനിർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് നിലനിർത്തുന്ന ആൾക്കാർ കുറവാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് നമുക്ക് എന്താ പഠിക്കുന്ന ആൾക്കാർ ജോലി കിട്ടുമെന്ന് ഉറപ്പിച്ച് പറയുന്നത്. നല്ല വൃത്തിക്ക് കൺസിസ്റ്റൻ്റ് ആയ ക്ഷമയോടുകൂടി നമുക്കറിയാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. നമുക്കറിയാം എന്താ സിലബസ് നോക്കുക, മെറ്റീരിയൽസ് വെച്ച് പഠിക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക, ഈ സംഭവം ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് നോക്കുക. ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ചെയ്ത് അത് നമുക്ക് എല്ലാവരും ചെയ്യുന്ന ഇതേ സാധനങ്ങൾ തന്നെ. ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്ത് ഒരു പോയിന്റ് എത്തുമ്പം നിങ്ങൾക്ക് ജോലി കിട്ടും. മനസ്സിലായോ? അതാണ്. അതിന് സമയം എടുക്കും. ആ സമയം നിങ്ങളിൽ കൊടുക്കാൻ വേണം. ആ കൊടുക്കാൻ സമയം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റത്തുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് വെപ്രാളം പിടിച്ചിട്ട് ഇന്ന് പഠിച്ചു തുടങ്ങിയാൽ, നമുക്ക് മെയിനായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ന് പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോഴേ ടെൻഷനാണ്. ഇത് ഇത്രയും പഠിക്കാണ്ട് എന്ന് പഠിച്ചു തരും എന്നോ ടെൻഷനാണ് അല്ലേ? അല്ലെങ്കിൽ ഫസ്റ്റ് എക്സാമിന് മാർക്ക് കുറഞ്ഞാൽ നിങ്ങൾക്ക് ടെൻഷനാണ്, ഒരു 5ാമത്തെ എക്സാം എഴുതി മാർക്ക് കുറഞ്ഞാൽ ടെൻഷനാണ്, അത് മാർക്ക് കൂടുന്നില്ലല്ലോ. അതൊന്നും അല്ല, സമയം എടുക്കും. എല്ലാത്തിനും പ്രാക്ടീസ് വേണം. എല്ലാത്തിനും പ്രാക്ടീസും എക്സ്പീരിയൻസും ആണ് ഇമ്പോർട്ടൻറ്റ്. അതുവഴി നിങ്ങൾക്ക് ആ മുകളിലത്തെ മാർക്കിൽ കിട്ടത്തുള്ളൂ. അതുവഴി നിങ്ങൾക്ക് ആ റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ പിടിച്ചാൽ കിട്ടുന്നത് നിങ്ങൾക്ക് എല്ലാ എക്സാംസും കിട്ടും. ക്ലിയർ ആണല്ലോ? അതുകൊണ്ട് നമ്മൾ ഒരു ജേണിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കമ്പനി ബോർഡ് LGS വെച്ചിട്ടാണ്. കമ്പനി ബോർഡ് LGS വെച്ചിട്ടുള്ളൊരു ജേണിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഒരുമിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻ്റെ അടുത്ത് ചോദിക്കാം. എൻ്റെ അടുത്ത് അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അതിന് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാം, ടെലിഗ്രാം യൂസ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? അപ്പം ആ ഒരു പാറ്റേൺ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. ഓക്കെ, കമ്പനി ബോർഡ് LGSന്റെ സിലബസ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക, അത് വെച്ച് പഠിച്ചു തുടങ്ങും. കാരണം നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ സിലബസ് ചെയ്ത് അത് വെച്ച് പഠിച്ചു തുടങ്ങാം. ക്ലിയർ ആണേ? ഒരു കാര്യം കൂടി പറയാം. ലാസ്റ്റ് കാര്യമാണ്, മൂന്നാമത്തെ കാര്യമാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ഒന്നാമത്തെ എന്താ, നമ്മൾ എല്ലാ ദിവസവും കുറച്ച് മൂവ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം എന്താ, നമ്മൾ ലൈഫിൻ്റെ പാർട്ടായിട്ട് കൂളായിട്ട് PSC ലേണിംഗ് അല്ലെങ്കിൽ PSCയുടെ ആ ഒരു സിസ്റ്റമാറ്റിക് വേ ഉണ്ടാക്കിയെടുക്കണം. ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യണം. ഓക്കെ, ഒന്നാമത്തത് നമുക്ക് ഒന്നും കൂടി പറയാം. ഒന്നാമത്തെ എന്താ, നമ്മൾ എല്ലാ ദിവസവും കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുക, എല്ലാ ദിവസവും മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. രണ്ടാമത്തെ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തെടുക്കുക. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ അതിനെപ്പറ്റി ഡ്രീം ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ജോലി വാങ്ങിക്കണം. നിങ്ങൾ ജോലി വാങ്ങിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെയായിരിക്കും ചെയ്യുന്നത്? നിങ്ങൾ വീട്ടിൽ എങ്ങനെയായിരിക്കും, അതിനൊക്കെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എങ്ങനെയായിരിക്കും, നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും, നിങ്ങൾ ആ ജോലിക്ക് ഇരിക്കുന്നത് എങ്ങനെയായിരിക്കും, എന്തൊക്കെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോവും, അങ്ങനെ അതിനെപ്പറ്റിയൊക്കെ എപ്പോഴും ചിന്തിക്കുക. മാനിഫെസ്റ്റേഷൻ വിഷ്വലൈസേഷൻ്റെ ട്രെൻഡിങ് ആയിട്ടുള്ള സമയമാണ്. പക്ഷേ അത് വെച്ചിട്ടൊന്നല്ല പറയുന്നത്, എപ്പോഴും അത് കിട്ടും എന്ന് തന്നെ വിശ്വസിക്കുക. നിങ്ങൾക്ക് കിട്ടാതിരിക്കാൻ ഒരു ചാൻസും ഇല്ല. നിങ്ങൾക്ക് അത് കിട്ടും. നിങ്ങൾ കിടക്കാൻ മുമ്പൊക്കെ ആലോചിക്കുക, ഞാൻ ഓഫീസിൽ ഇരിക്കുന്നത്, ഓഫീസിൽ ഞാൻ ഓരോ ഫയലുകൾ നീക്കുന്നത്, ഫയലുകളെ പറ്റി സംസാരിക്കുന്നത്, ചായ കുടിക്കാൻ പോകുന്നത്, അങ്ങനെ അതിനെപ്പറ്റി മാത്രം ഡ്രീം ചെയ്യാം. മനസ്സിലായോ? നമ്മുടെ മൈൻഡിന് ഭയങ്കര പവറുണ്ട്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഒരു ഭയങ്കര പവറുണ്ട്. അത് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്തെടുക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വിചാരിക്കുക, നിങ്ങൾ ആലോചിച്ച് നോക്കെ, ഒന്നും വേണ്ട, നിങ്ങൾ ആലോചിക്കുക, ഞാൻ ജോലി വാങ്ങിക്കുന്നു. ജോലി വാങ്ങിക്കുമ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ ഞാൻ ഉമ്മിക്ക് എൻ്റെ ഫസ്റ്റ് സാലറി കൊണ്ട് കൊടുക്കുന്നു. സാലറി കൊണ്ട് കൊടുക്കുമ്പോൾ അവരുടെ സന്തോഷം, അവരെന്നെ കെട്ടിപ്പിടിക്കുന്നു, അവർക്ക് എല്ലായിടത്തും പറയുന്നു, അവർക്ക് ഭയങ്കര പ്രൗഡാവുന്നു. അങ്ങനെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് എനിക്കത് കിട്ടണം. അപ്പം നമ്മൾ പിറ്റേന്ന് എണീക്കുമ്പോഴും നമ്മൾ ഈ ഡ്രീം മനസ്സിൽ കിടക്കുന്നതുകൊണ്ടേ നമ്മൾ വർക്ക് ചെയ്യാതിരിക്കത്തില്ല. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യും. മനസ്സിലായോ? നമ്മൾ എവിടെ പോയിരുന്നാലും നമുക്ക് അതിൻ്റെ ഒരു എന്തെങ്കിലും ഇൻഫോർമേഷൻ നമുക്ക് കൈ കാണും. ഇപ്പം PSC പഠിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഡ്രീം മനസ്സിൽ കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ നിന്നാലും ചുമ്മാ എങ്കിലും നമ്മൾ ഫോണിലെങ്കിലും നമ്മൾ ആ ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കും, മോക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായി? നമുക്ക് എപ്പോഴും അതില്ല പറ്റത്തില്ല. കാരണം നമ്മൾ എപ്പോഴും ഇതിനെപ്പറ്റി ഡ്രീം ചെയ്യുക. നമ്മൾ എപ്പോഴും ഇതിനെപ്പറ്റി ഡ്രീം ചെയ്യുകയും ചിന്തിക്കുകയും പറയുകയും സംസാരിക്കുകയും അങ്ങനെയുള്ള കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർ. അപ്പം നമുക്ക് വേറൊരു കാര്യം സംസാരിക്കാനോ ഗോസിപ്പ് സംസാരിക്കാനോ ഒന്നും സമയം തോന്നുന്നില്ല. നമുക്ക് എപ്പോഴും എന്തുണ്ട് വിഷ്വലൈസേഷൻ, നമ്മൾ എപ്പോഴും അതിനെപ്പറ്റി ഡ്രീം ചെയ്യുക. അപ്പം ആ ഒരു പാറ്റേണിലൂടെ ലൈഫിനെ കൊണ്ടുവരാം. ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ വിശദമായിട്ട് വേറെ വീഡിയോയിൽ പറയാം. വീഡിയോ നീണ്ടുപോകും. അപ്പം ഈ കാര്യങ്ങൾ മനസ്സിലാക്കി
മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാ ദിവസവും കുഞ്ഞായിട്ട് കാര്യം ചെയ്യുക, സിസ്റ്റം ബിൽഡ് ചെയ്യുക, അതിനെപ്പറ്റി ഡ്രീം ചെയ്യുക. ഈ 3 കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. കമ്പനി ബോർഡ് എലിജിബിലിറ്റി വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അതിൻ്റെ സിലബസ് ഡൗൺലോഡ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ അതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓരോരുത്തരും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ അതിന് മുമ്പുള്ള വീഡിയോ കണ്ടാലും മതി. നമുക്ക് പഠിക്കാൻ തുടങ്ങാം. ഓക്കെ, പഠിക്കാൻ തുടങ്ങുമ്പോഴും ഇത്രയും പേര് നിങ്ങൾ കാണുന്ന ഓരോരുത്തരും, ഈ കാണുന്ന എൻ്റെ മുമ്പിരുന്ന് കാണുന്ന ആൾ എന്തിനും വേണം, എൻ്റെ അടുത്ത ക്ലാസ്സിന് ഞാൻ ക്ലാസ് ഇടുമ്പോഴും വേണം. ക്ലിയർ ആണല്ലോ? എന്നിട്ട് എനിക്ക് മെസ്സേജ് അയക്കണം, ഞാൻ ആ ക്ലാസ് കണ്ടു. ഓക്കെ എന്ന് മെസ്സേജ് അയക്കണം. ക്ലിയർ ആണല്ലോ? അപ്പോൾ മാത്സ് നമുക്ക് സിലബസ് കവർ ചെയ്യാനൊക്കെ നോക്കാം, ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്യാൻ നോക്കാം. എല്ലാം നമുക്കൊരു പാറ്റേണിൽ മുമ്പോട്ട് കൊണ്ടുപോകാം. അപ്പം നിങ്ങൾ കൂടെ വേണം. അപ്പോൾ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളും സജഷൻസും എല്ലാം കമൻറ്റ് ചെയ്യുക. ജസ്റ്റ് ഫീൽ ഫ്രീ ടു ടോക്ക്. ഓക്കെ, എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയാം, നമുക്ക് അതിനനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.